നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഒരു സെൻസർ, അത് പാർക്കിംഗ് സെൻസർ എന്നാണ് പറയുന്നത്, ഈ സെൻസർ പോയാൽ ഫ്യൂസ് അടിച്ചു പോകും. ഫ്യൂസ് പോയാൽ ഓട്ടോ എ സി വർക്കാകത്തില്ല. ഓട്ടോ എ സി ഉള്ള വാഹനങ്ങൾക്കാണ് ഇത് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കാണിക്കും, എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. ഈ വാഹനം ഓടിക്കുമ്പോൾ ഇതിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. ആ സിഗ്നലാണ് ഈ കാണിക്കുന്നത്, കണ്ടോ? ഇങ്ങനെ ഒരു സിഗ്നൽ കാണാം. മാത്രമല്ല ഇതിൻ്റെ ഓട്ടോ എ സി വർക്ക് ആവുന്നില്ല. കണ്ടോ? ഓട്ടോ എ സി വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് ഫ്യൂസ് പോയതാണ്. 7.5 ഫ്യൂസ്. നമ്മൾ ഫ്യൂസ് ഒരു പ്രാവശ്യം മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെയും ഫ്യൂസ് അടിച്ചു പോയി. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഈ സൈഡിൽ വരുന്നത്. 4 സെൻസർ ഉണ്ട്, അതിനകത്ത് ഒരു സെൻസർ പോയതാണ്. ആ സെൻസർ പോയി കഴിഞ്ഞാൽ ഷോർട്ടായതാണ്. ആ സെൻസർ പോയതുകൊണ്ടാണ് ഈ ഫ്യൂസ് അടിച്ചടിച്ച് പോകുന്നത്. ഈ സെൻസർ നമുക്ക് പറയുന്നത് 750 രൂപ വിലയുള്ളൂ ഈ സെൻസറിന്. 4 സെൻസർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ സെൻസർ. ഈ സെൻസർ മാറ്റി വെച്ചാൽ നമ്മുടെ ഈ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ സെൻസർ മാറ്റി വെച്ചു, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു, എ സി ഇട്ടു, ഇപ്പോൾ എ സി വർക്കായി. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് എ സി വർക്കാഞ്ഞതും ഇങ്ങനെ ഒരു ക്ലസ്റ്റർ മീറ്ററിൽ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചതിൻ്റെ മെയിൻ കാരണം. ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ആ സെക്കൻഡ് സർവീസ് സെൻ്ററിൽ കൊണ്ട് കാണിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത്.